ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വലിയ റിസ്ക് ഇല്ലാതെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങി വലിയ ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന 5 ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചാണ്. അതിലേറ്റവും പ്രധാനം നമ്പർ 1, ഓർഗാനിക് ഫാമിങ്ങിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ ഉള്ള സ്ഥലം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കാരണം ഇന്ന് ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം, വളരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ക്വാളിറ്റി മോശമാണെന്നൊക്കെ മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഉള്ള സ്ഥലം നന്നായിട്ട് ഇട്ട് കൃഷി ചെയ്ത് അവർക്ക് ഓൺ യൂസിനും മറ്റുള്ളവർക്ക് കൊടുക്കാനോ ആയിട്ട് ഡെവലപ്പ് ചെയ്യണമെന്ന് മിക്കവാറും എല്ലാവർക്കും തന്നെ ആഗ്രഹമുണ്ട്. അവർക്കൊരു കൃത്യമായ ഗൈഡൻസോ കൃത്യമായ നല്ല ക്വാളിറ്റി ഇൻപുട്സോ കൊടുക്കാൻ സാധിച്ചാൽ, അതുപോലെ തന്നെ അവർക്കുള്ള ടൂൾസ്, കാരണം പല ആൾക്കാരെ സംബന്ധിച്ച് നല്ല നല്ല ടൂൾസ് ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അതില്ലെങ്കിൽ അതിന് വാങ്ങാനുള്ള അഫോർഡ് ചെയ്യാൻ ആയിരിക്കില്ല, അതിനുള്ള ഓളിയം ഉണ്ടാവുകയില്ല. ചെറിയ ഏരിയ ആയിരിക്കും പ്രത്യേകിച്ച് കേരളത്തിൽ പല സ്ഥലത്തും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂടി ഒരു വീട്ടിൽ തന്നെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. വലിയ റിസ്ക് ഇല്ലാതെ, അതിന് വലിയ ഷോപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള സർവീസ് ചെയ്യുകയാണെങ്കിൽ അവർ തേടി വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ വിജയകരമായിട്ട് പല ആൾക്കാരും ചെയ്യുകയും വിജയകരമായിട്ട് നടത്താനും പറ്റുന്ന, റിസ്ക് ഇല്ലാത്ത ഒരു ഫാമിലിക്ക്, റിട്ടയർ ആയ ആൾക്കാർക്ക് പോലും റിസ്ക് ഇല്ലാതെ പ്രാദേശികമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. നമ്പർ 2, നല്ല ഫുഡ് എന്ന് പറയുന്നത് ഇന്ന് വളരെ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം പലർക്കും അറിയാം. നല്ല സ്പൈസസ്, ഈവൻ നല്ല വാട്ടർ പോലും കേരളത്തിലെ പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലായിടത്തും വാട്ടറിൻ്റെ pH വളരെ കുറവാണ്, വാട്ടർ ക്വാളിറ്റി വളരെ പൂറാണ്. അപ്പോൾ നല്ല വാട്ടർ, ഇപ്പോൾ പല ആൾക്കാരും RO പ്യൂരിഫയർ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് സേഫാണെന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മൈക്രോ ന്യൂട്രിയൻസും നഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ RO വാട്ടർ പ്യൂരിഫയർ തന്നെ ബാൻ ചെയ്തിരിക്കുന്നതാണ്. കാരണം അത് പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അതിൽ കൂടെ കിട്ടാതെ വരുന്നു എന്നുള്ള പ്രശ്നം കൊണ്ട് തന്നെ. അപ്പോൾ നല്ല വാട്ടർ വളരെ വലിയൊരു ഏരിയ ആണ്. അതുപോലെ തന്നെ സ്പൈസസ് നല്ല കാരണം മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആൾക്കാരെല്ലാവരും അവെയറാണ്. അതിന് സൊല്യൂഷൻ മാത്രം കൊടുത്താൽ മതി. കാരണം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ വരുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ നല്ല സാധനം, ക്വാളിറ്റിയുള്ള കോക്കനട്ട് ഓയിൽ, സ്പൈസസ്, ഇതുപോലെ എല്ലാം കൂടിയ ഒരു സെൻറ്റർ തുടങ്ങാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം ആൾക്കാർക്ക് ഇന്ന് ആവശ്യമുള്ള ഒരു സർവീസാണ്. അതിന് വലിയ കടയോ വലിയ ഷോറൂമൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ പോലും ഒന്ന് ഡെവലപ്പ് ചെയ്തതിന് ശേഷം മറ്റ് ഷോപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്തേണ്ട ആവശ്യമുള്ളൂ. എങ്കിൽ പോലും ആൾക്കാരെ അറിഞ്ഞ് കേട്ട് അവിടെ വന്ന് വാങ്ങുന്ന ധാരാളം ആൾക്കാരെ നമുക്കറിയാം. കിലോമീറ്ററുകൾ ദൂരെ നിന്ന് ഇതുപോലെ കിട്ടുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നവരെ തേടി പിടിച്ച് വരുന്ന ആൾക്കാർ ധാരാളമുണ്ട്. ഇത് പ്രാദേശികമായിട്ട് തുടങ്ങി 100% വിജയിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സാണ്. മൂന്നാമത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് പല ആൾക്കാരും നാട്ടിൽ കുട്ടികളൊക്കെ തന്നെ വിദേശത്താണ് പഠിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം മിക്കവാറും അവിടെ ജോലിയാവുന്നു. പ്രായമുള്ളവർ തന്നെ പല വീടുകളിലും ഉണ്ട്. നല്ല ഹോം നേഴ്സിംഗ്, പ്രൊഫഷണലായിട്ടുള്ള ഹോം നേഴ്സ്, അതായത് ഇന്ന് പലപ്പോഴും മാർക്കറ്റിലുള്ളത് നോർമൽ അവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമല്ലാതെ ദൂരെ ഇരിക്കുന്ന മക്കളെ സംബന്ധിച്ച് അവർക്ക് പകരമായിട്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം മെഡിസിനെക്കുറിച്ചും അത്യാവശ്യ രോഗങ്ങളെക്കുറിച്ചും പ്രിലിമിനറി ഒരു ഫസ്റ്റ് എയ്ഡൊക്കെ തന്നെ ചെയ്യാൻ കഴിവുള്ള ഒരാൾ, അതായത് ഇപ്പോൾ പ്രായമുള്ളവർക്ക് സോഡിയം കുറയുക, പ്രഷർ കൂടുക, ഷുഗർ കൂടുക, ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഒരു ഇൻബാലൻസ് വരുന്ന സമയത്ത് അത്യാവശ്യം മെഡിസിനെക്കുറിച്ചൊക്കെ ഒരു വിവരവും അത്യാവശ്യം വേണ്ടി വന്ന ഒരു ഡോക്ടറെ വിളിച്ച് വരുത്താനോ അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ദൂരെ ഇരിക്കുന്ന മക്കളോട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഏരിയയാണ്. അതിനകത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് കുറവാണ്. അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട സർവീസാണ്. അതിനും നേരത്തെ പറഞ്ഞാൽ വലിയ ഓഫീസൊന്നും ആവശ്യമില്ല. ആൾക്കാർ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വരാനും പേയ്മെൻറ്റ് തരുന്നതിനും ആൾക്കാർക്ക് ഇന്ന് ബുദ്ധിമുട്ടില്ല. ഇതുപോലെ നാലാമത്തെ ഓപ്പർച്യൂണിറ്റിയാണ് പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ്. പല ആൾക്കാരുടെയും കുട്ടികൾ ഒക്കെ വിദേശത്തായതുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടിയൊക്കെ ഇവിടെ കിടക്കുന്നു, നോക്കാൻ ആരുമില്ല, കാടും പള്ളയും പിടിച്ച് കിടക്കുന്നു. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു സെഗ്മെൻറ്റാണ്. അതിനകത്ത് ധാരാളം ആൾക്കാർക്ക് ധാരാളം സാധ്യതയുള്ളൊരു സെഗ്മെൻറ്റാണ്. അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ
ആൾക്കാരെ സംബന്ധിച്ച് പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. അവരുടെ സ്ഥലം നശിച്ചു പോകാതിരിക്കുക, വൃത്തിയായിട്ടിരിക്കുക എന്നൊക്കെയാണ് അവരതിന് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് മാനേജ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ച് വലിയ സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ ഈ ഫാൻ, മിക്സി, ഗ്രൈൻഡർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒന്ന് പൈപ്പ് പൊട്ടി അത് മാറുക. എല്ലാ വീടുകളിലും നമുക്ക് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതുപോലത്തെ ഇഷ്യൂസ് എപ്പോഴും ഉള്ളതാണ്. ഇത് ഇപ്പം നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചാൽ പോലും അവൈലബിൾ അല്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞോ 10 ദിവസം കഴിഞ്ഞോ 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അതേ സ്ഥാനത്ത് ഇത് അങ്ങോട്ട് വിളിച്ച് അല്ല മന്ത്ലി വൺസ് അവിടെ ചെന്ന് എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് തീർത്തിട്ട് പോകുന്ന തരത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തുമാത്രം സാധ്യതയാണ് ആ ഏരിയകളിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് വലിയ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സർവീസായിരിക്കും. ഇതൊക്കെ ചെറിയ മുതൽ മുടക്കി തുടങ്ങാവുന്നതും ഗ്രാജുവലി വലിയ ബിസിനസ്സായിട്ട് വളർത്തിക്കൊണ്ട് വരാനായിട്ടും സാധിക്കുന്ന ബിസിനസ്സുകളാണ്. ഓക്കെ, ഇത് പ്രയോജനപ്പെടുത്താൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്താം.